ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. അങ്ങനെ അമ്മുക്കുട്ടിയുടെ കാര്യത്തിൽ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കുന്ന കമലയാണ് കാണിക്കുന്നത്. രണ്ടുപേർക്കും കമലയുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുകയും പരസ്പരം ക്ഷമ ചോദിച്ചുകൊണ്ട് അമ്മുക്കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടുപേരും നിൽക്കുന്നതുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കൗൺസിലിങ്ങിനായി ഫാമിലി കോർട്ടിന്റെ മീഡിയേഷൻ സെന്ററിൽ എത്തിയിരിക്കുന്ന നന്ദനയും അവന്തികയുമാണ്. എനിക്ക് ഇവളോട് കൂടുതലായൊന്നും സംസാരിക്കാനില്ലെന്നും എനിക്ക് ഡിവോഴ്സാണ് വേണ്ടതെന്നും നന്ദൻ കണ്ടയുടൻ തന്നെ പറയുകയാണ്. നിങ്ങളുടെ പെറ്റീഷൻ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് വായിച്ചത്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഒരു കുടുംബബന്ധം തകർന്നു പോകാൻ എളുപ്പമാണ്. കഴിയുമെങ്കിൽ പരസ്പരം സംസാരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലതെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അവന്തിക കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മേഡം, എനിക്ക് ഡിവോഴ്സ് വേണ്ട. എനിക്ക് നന്ദേട്ടൻ്റെ കൂടെ ഇനിയും ജീവിക്കണം. ചെയ്തുപോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. എന്നെ ഉപേക്ഷിക്കരുത് നന്ദേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക കരയുമ്പോൾ നന്ദൻ ചോദിക്കുകയാണ്, ഇതൊക്കെ കാണാതെ പഠിക്കാൻ നീ എത്ര സമയമെടുത്തു? ഇങ്ങനെയൊരു നാടകം നിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ എന്താണെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നത്. എന്താണെങ്കിലും നിന്റെ നാടകം നന്നായിട്ടുണ്ട് മേഡം. ഈ കാണുന്നത് പോലെയല്ല ഇവള്. മേഡത്തിന്റെ മുമ്പിലുള്ള പെർഫോമൻസ് മാത്രമാണിത്. തുടർന്ന് വക്കീൽ പറയുകയാണ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു പരിഹരിക്കാം. ഇവര് നിങ്ങളോട് ക്ഷമ പറയാനും ഒന്നിച്ചു ജീവിക്കാനും തയ്യാറാണെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഒരവസരം കൂടി തരണം മേഡം എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് അവന്തിക. ഡിവോഴ്സ് വേണ്ടെന്ന് അവന്തിക കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, എന്താണെങ്കിലും ഡിവോഴ്സ് അല്ലാതെ മറ്റൊരു മാർഗവും എനിക്ക് മുന്നിലില്ലെന്നും എനിക്ക് വേണ്ടത് ഡിവോഴ്സാണെന്നും മറ്റൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. തുടർന്ന് അവന്തിക വീണ്ടും ഇരുന്ന് കരയുമ്പോൾ വക്കീൽ പറയുകയാണ്, നിങ്ങൾ കരയാതെ, ഒരു മീഡിയേഷനല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത മീഡിയേഷനിൽ എന്താണെങ്കിലും നമുക്ക് അയാളെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. തുടർന്ന് അവന്തിക അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നന്ദൻ തൻ്റെ വണ്ടിയിലേക്ക് കയറാൻ ഒരുങ്ങുകയായിരുന്നു. ഒന്ന് നിന്നേ, ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സന്ധ്യയോടൊപ്പമുള്ള നിങ്ങളുടെ ജീവിതം നടക്കാനേ പോകത്തില്ലെന്ന്. സന്ധ്യയോടൊപ്പം ജീവിക്കുന്നതിന് എനിക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ല എന്ന് നന്ദൻ പറയുമ്പോൾ, നിയമത്തിന് മുന്നിൽ ഇപ്പോഴും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും ഇന്നത്തെ എൻ്റെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ കോടതി പോലും നിങ്ങൾക്ക് ഡിവോഴ്സ് അനുവദിക്കില്ലെന്ന് അവന്തിക അഹങ്കാരത്തോടെ തന്നെ പറയുന്നു. തുടർന്ന് നന്ദൻ പറയുകയാണ്, ഞാനും സന്ധ്യയും കൂടി ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിന് നിങ്ങളുടെ വിവാഹം നടക്കണമെങ്കിലേ ഞാൻ മരിക്കണം. എന്നാലേ നീ പോയി ചാകാൻ നോക്ക്. കൗൺസിലറുടെ മുമ്പിലുള്ള നിന്റെ അഭിനയം വളരെയധികം ബോറായിരുന്നു. കോടതി എനിക്ക് ഡിവോഴ്സ് തരുമെന്ന് എന്താണെങ്കിലും എനിക്ക് ഉറപ്പാണെന്ന് നന്ദൻ പറയുന്നു. അതെന്താ, നിങ്ങൾ ജഡ്ജിയെ പണം കൊടുത്ത് സ്വാധീനിച്ചോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, ഞാനതിന് ഉറപ്പ് പറയാനുള്ള കാരണം നീയാണെന്നും നീയല്ലേ ആ കൗൺസിലറുടെ മുമ്പിൽ വെച്ച് എനിക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുള്ള ഒരു പുരുഷനെയും ഡിവോഴ്സ് കൊടുക്കാതെ ഒരുമിപ്പിക്കാൻ എന്താണെങ്കിലും ഒരു കോടതിയും ശ്രമിക്കില്ല. സന്ധ്യയുടെ കൈ പിടിച്ച് നിന്റെ മുന്നിലൂടെ തന്നെ ഞാൻ നടന്നു പോകുന്നത് നിനക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നാലേ ഇന്ന് വരെ കാണാത്ത അവന്തികയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് അവന്തികയും വെല്ലുവിളിയോടെ തന്നെ പറയുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും നീ പോയ പിന്നെയാണ് സന്തോഷവും സമാധാനവും എന്താണെന്ന് ഞാനും എൻ്റെ വീട്ടുകാരും അറിഞ്ഞത്. നിന്റെ കൺമുന്നിൽ തന്നെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്കോട്ടെങ്ങാനും വന്നാലേ നിന്നെ ഞാൻ തീർത്ത് കളയുമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് നന്ദൻ. അങ്ങനെ നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ വീട്ടില് പോറ്റി വക്കീലും അനിരുദ്ധനും മൂർത്തിയും എല്ലാവരും കൂടി കൂടിയിരിക്കുന്നതാണ്. ഞാൻ അവന്തികയെ വിളിക്കുന്നുണ്ട്, പക്ഷേ കോള് കിട്ടുന്നില്ലെന്ന് മൂർത്തി പറയുന്നു. നേരത്തെ വിളിച്ചപ്പോൾ കോടതിയിൽ നിന്നും ഇറങ്ങിയെന്നാ പറഞ്ഞതെന്നുകൂടി മൂർത്തി പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അവന്തിക എത്തുകയാണ്. ദേ എത്തിയല്ലോ, എന്തായി കോടതിയിലെ കാര്യങ്ങളെന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ, അതൊക്കെ പിന്നീട് പറയാമെന്നും പോറ്റി സാറേ, ഞാൻ പറഞ്ഞ ഫയലുകൾ എന്തേന്ന് അവന്തിക ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന പോറ്റി ആ ഫയല് അവന്തികയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. നെല്ലിശ്ശേരി വീടിച്ചു പൊളിച്ച് തരിപ്പണമാക്കിയാലേ എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുകയുള്ളൂ. എൻ്റെ അച്ഛന് വേണ്ടിയുള്ള ബലിതർപ്പണമായതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയല് തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മത്തിൻ്റെ അരികിൽ കൊണ്ട് വെക്കുകയാണ് അവന്തിക. സന്തോഷത്തോടെ ചിതാഭസ്മത്തെ നോക്കി നിൽക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.